റിപ്പോ നിരക്ക് 5.25% നിലനിർത്തി RBI. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഇക്കാര്യം അറിയിച്ചത്. എൽനിനോ പ്രതിഭാസം ഉൾപ്പെടെ രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്നും സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. പണപ്പെരുപ്പ നിരക്ക് നേരിയ തോതിൽ കുറയുമെന്നും RBI വിലയിരുത്തുകയാണ്. Monetary Policy Committee met for its third bi-monthly meeting of this financial year on 3rd, 4th and 5th, that is today, to deliberate and decide on the policy repo rate. After a detailed assessment of the evolving macroeconomic and financial developments, as well as the outlook, the MPC decided unanimously to keep the policy repo rate unchanged at 5.25%. Consequently, the SDF rate shall remain unchanged at 5% and the MSF rate and the bank rate at 5.5%. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ കഴിഞ്ഞുവെന്നാണ് RBI വ്യക്തമാക്കിയിരിക്കുന്നത്. ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമാക്കിയത്? സുരേഷ്, തീർച്ചയായും ഈ റിപ്പോ നിരക്കിൻ്റെ ഒരു മാറ്റമില്ലാതെ തുടരുന്നത്, അതായത് കഴിഞ്ഞ 2025 ഡിസംബർ 5 പ്രഖ്യാപിച്ച റിപ്പോ നിരക്ക് ഇപ്പോഴും 5.25 എന്ന നിരക്കിൽ തന്നെ തുടരുകയാണ്. അതായത് സുസ്ഥിരമായ ഒരു സാമ്പത്തിക വിനിമയ ഇടപാടുകൾ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായാണ് റിപ്പോ നിരക്കിൽ, ആ പലിശ നിരക്കിൽ കൃത്യമായി 5.25% എന്ന നിരക്ക് തുടർച്ചയായി പിന്തുടരുന്നതെന്നാണ് ഇപ്പോൾ നേരത്തെ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കിയത്. മാത്രമല്ല, മോണിറ്ററി കമ്മിറ്റി ഏകകണ്ഠേനയാണ് ഈ തീരുമാനമെടുത്തത്. മോണിറ്ററി പോളിസി കമ്മിറ്റി, അതായത് സാമ്പത്തിക നയ രൂപീകരിക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി ഏകകണ്ഠേനയാണ് 5.525% എന്ന റിപ്പോ നിരക്ക് അംഗീകരിച്ചതെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി 5.5%, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി 5% തുടരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായൊരു ഘടകം, ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിട്ടും നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ എൽനിനോ പ്രതിഭാസം മൂലം നമുക്ക് അറിയാവുന്നതാണ്, ജൂൺ മാസത്തിൽ വലിയൊരളവോളം മഴ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധവും അനുബന്ധ സംഘർഷങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉത്പാദന രംഗത്ത് മാന്ദ്യം അനുഭവിക്കുന്ന രീതിയിലുള്ള ഇന്ധന ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുന്ന ചില ഘടകങ്ങളുമുണ്ടായി. ഈ ഘടകങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും നിലവിൽ നേരത്തെ, അതായത് ദിവസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട 6.6 ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ 2026-2027 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക് 6.6 മുൻകൂട്ടി കണ്ടിരുന്നതെങ്കിൽ ഇന്നത് 6.7, അതായത് 1% വളർച്ച വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഘടകങ്ങളിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഓരോ ക്വാർട്ടറിലെ വളർച്ചാ നിരക്ക് കണക്കാക്കുമ്പോഴും നേരിയ തോതിലുള്ള ഈ വ്യത്യാസം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് പണപ്പെരുപ്പ് നിരക്കുമായി ബന്ധപ്പെട്ടാണ്. പണപ്പെരുപ്പ് നിരക്ക് നേരത്തെ, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഉപഭോക്തൃ വില സൂചിക പ്രകാരമുള്ള പണപ്പെരുപ്പ് നിരക്ക് 5.1 ആണ് 2026-27 സാമ്പത്തിക വർഷം കണക്കാക്കിയതെങ്കിൽ അതിലും കുറവ് വന്നിട്ടുണ്ട്. 5% ആയി അത് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഈ കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആത്മനിർഭർ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ സെയിൽ ടാക്സും GST സ്ലാബുകളിൽ വരുത്തിയ മാറ്റം, അത്തരത്തിലുള്ള വിവിധങ്ങളായ നിർണായകമായ സാമ്പത്തിക പരിഷ്കരണങ്ങളിലൂടെ ഉത്പാദന രംഗത്ത് കൺസിസ്റ്റന്റ് ആയ ഒരു വളർച്ച നിലനിർത്താൻ സാധിച്ചത് തന്നെയാണ് ഈ പുരോഗതിയുടെ അടിസ്ഥാന ഘടകമെന്നാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ എൽനിനോ പ്രതിഭാസമടക്കം രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അത് അത്രത്തോളം പ്രകടമാകുന്നില്ല. പ്രത്യേകിച്ച് റിപ്പോ നിരക്ക്, പണപ്പെരുപ്പ് നിരക്ക് നേരിയ തോതിൽ കുറയുന്നു, റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നു. ഇതൊക്കെയും രാജ്യത്തെ സാമ്പത്തിക മേഖല ഭദ്രമാണ് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്, അല്ലേ? തീർച്ചയായും സാമ്പത്തിക മേഖല ഭദ്രമാകുന്നതിൻ്റെ കണക്കുകളിൽ ഏറ്റവും നിർണായകമായ ഘടകം അവിടുത്തെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് GDP വളർച്ചയുടെ തോതുകളും അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരമുള്ള ഇൻഫ്ലേഷൻ റേറ്റുമാണ്, അതായത് പണപ്പെരുപ്പ് നിരക്കുമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പണപ്പെരുപ്പം 4%. ഇപ്പോൾ BJP നേതാവ് ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയസൂര്യൻ, ഈ റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇക്കാര്യം കൃത്യമായി വ്യക്തമാക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് എൽനിനോ പ്രതിഭാസം ഉൾപ്പെടെ രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ അതേസമയം സാമ്പത്തിക മേഖല ഭദ്രവുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ താങ്കൾ? റിപ്പോ നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് പറയുന്നത് തന്നെ രാജ്യത്തിന്റെ ഏറ്റവും നല്ല സാമ്പത്തിക ആരോഗ്യത്തെയാണ് വ്യക്തമാക്കുന്നത്.
പ്രത്യേകിച്ച് മാറിയ ലോക സാഹചര്യത്തിൽ ഇപ്പോൾ യുദ്ധത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അമേരിക്കയുടേതായിട്ടുള്ള കടുംപിടുത്തങ്ങളുണ്ട്, അവരുടെ താരിഫ് റേറ്റുകൾ വന്നിരിക്കുന്ന മാറ്റങ്ങളുണ്ട്, അന്താരാഷ്ട്ര വാണിജ്യ രംഗത്ത് നിൽക്കുന്ന ഒരു വലിയ അനിശ്ചിതത്വമുണ്ട്. പക്ഷെ ഇതൊക്കെ രാജ്യങ്ങളെ ഇന്ന് വളരെയേറെ ബാധിക്കുമ്പോൾ, പ്രതികൂലമായി ബാധിക്കുമ്പോൾ, വൻശക്തി രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന സാമ്പത്തിക ശക്തികൾക്കൊക്കെ തന്നെ അടിപതറുമ്പോൾ വളരെ സുഭദ്രമായ രീതിയിൽ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുന്ന ഒരേ ഒരു എക്കണോമിയാണ് ഇന്ത്യൻ എക്കണോമി. അത് കൃത്യമായിട്ടും വാച്ച് ചെയ്തുകൊണ്ടാണ് ഈ റിവേഴ്സ് റിപ്പോ നിരക്കുകളിലൊക്കെയുള്ള തീരുമാനം ഭാരതം എടുത്തിരിക്കുന്നത്. ഏതായാലും ഇത് മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ ആത്മവിശ്വാസത്തോടെ ഭാരതത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാമ്പത്തിക വാണിജ്യ അന്തരീക്ഷമാണ് ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത്. ഇത് രാജ്യത്തിനകത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണത്തിന് രാജ്യത്തെ ബാങ്കുകളുടെ വളർച്ച, ധനകാര്യ സ്ഥാപനങ്ങളുടെ പുരോഗതി, ഒപ്പം തന്നെ വ്യാവസായിക ലോകത്തിനും വാണിജ്യ ലോകത്തിനും കൊടുക്കുന്ന ആത്മവിശ്വാസം, അതേപോലെ കാർഷിക മേഖലയിലും, അങ്ങനെ സകല മേഖലകളിലും ആത്മവിശ്വാസം ഉണർത്തിക്കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഭാരതം ഒന്നാമതായി മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ളതിന്റെ തുറന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പ്രഖ്യാപനം. യെസ്, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയസൂര്യൻ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ആദികേശവൻ ചിരികയാണ്. ശ്രീ ആദികേശവൻ, ഇവിടെ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രമായി തുടരുകയാണ്. കാരണം ഒട്ടേറെ പ്രതിസന്ധികളാണ് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ സംഘർഷം, മറ്റ് സാമ്പത്തികമായിട്ടുള്ള മറ്റ് തിരിച്ചടികൾ, ഇതൊക്കെയും ലോകത്തെ വൻ സാമ്പത്തിക ശക്തികളൊക്കെയും നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാരതം അതിൻ്റേതായ രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തി സാമ്പത്തിക നില ഭദ്രമാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് റിപ്പോ നിരക്ക് 5.2% നിലനിർത്താൻ കഴിഞ്ഞത്, അല്ലേ? സുരേഷ്, അതായത് എനിക്ക് പറയാൻ തോന്നുന്നത്, നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിലയിരുത്തൽ നടത്തണം. പക്ഷേ നമ്മുടെ നാട്ടിൽ നടപ്പ് അല്ലെങ്കിൽ പൊതു ചർച്ചകളിൽ ഞാനൊക്കെ പങ്കെടുക്കാറുണ്ട്, ഇടയ്ക്കും മറയ്ക്കും. പൊതു സമീപനം അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ കുറച്ചെങ്കിലും ഏറ്റക്കുറച്ചിലുകളുണ്ട്. പക്ഷെ കുറച്ചെങ്കിലും രാഷ്ട്രീയ കണ്ണട ധരിക്കാതെ സാമ്പത്തിക മേഖലയെ പൊതുവെ ആരും നോക്കുന്നില്ല. അതായത് ഓരോ അഭിപ്രായവും ഒന്നുകിൽ അവർ രാഷ്ട്രീയം, അവരുടെ പാർട്ടി പ്രധാനമായിട്ട് മുന്നിട്ട് നിർത്തിക്കൊണ്ട് ഇപ്പൊ സർക്കാരിന്റെ നല്ല കാര്യങ്ങൾ പ്രതിപക്ഷത്ത് ഇരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ അംഗീകരിക്കപ്പെടുന്നില്ല, എന്തെങ്കിലും പഴുത് കണ്ടുപിടിക്കുന്നു. ഇതിൽ നിന്ന് പൊതുവെ മിക്കവാറും പാർട്ടികൾ വ്യത്യസ്തമല്ല. അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കിയാൽ തീർച്ചയായിട്ടും ഇന്ത്യ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ആവറേജ് ഏതാണ്? ആളോഹരി വരുമാനത്തിന്റെ കാര്യം നമുക്കറിയാം, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും വളർച്ചാ നിരക്ക്, പണപ്പെരുപ്പത്തിന്റെ തോത്, ഈ വെസ്റ്റ് ഏഷ്യൻ യുദ്ധത്തിന്റെ തുടർന്നുണ്ടായ പല വിധം കഷ്ടപ്പാടുകളും ജനങ്ങൾക്കുണ്ടായി. അവിടെയെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായി ചടുലമായ നീക്കങ്ങൾ നടത്തി ജനത്തിന് പൊതുവെയുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ ഭാരം കുറച്ചു എന്ന് തന്നെ പറയണം. എനിക്കൊരു ഒരു 2 മിനിറ്റ് കൂടി എടുക്കാമോ സുരേഷ്? തീർച്ചയായും. അപ്പം എണ്ണയുടെ വില തന്നെ നമുക്ക് എടുക്കാം. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയും ഇറാൻ യുദ്ധത്തിനെ തുടർന്ന് ചെക്ക് ചെയ്തോട്ടെ, ന്യൂയോർക്കിൽ, അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയായ ന്യൂയോർക്കിൽ അവിടെ പെട്രോൾ, ഡീസൽ, ഗ്യാസോലിൻ എന്നാണ് പറയുന്നത്, അതിന്റെ വില ഈ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു $2.5 പെർ ഗാലൺ ആയിരുന്നു. ലിറ്റർ അല്ല, അവരുടെ കണക്ക് ഗാലൺ. അത് യുദ്ധം കഴിഞ്ഞിട്ട് അമേരിക്കയിലെ സാധാരണ പൗരന്മാർ പെട്രോൾ പമ്പില്, ഗ്യാസോലിൻ പമ്പിന് $5 കൊടുത്തു. അതായത് ഇരട്ടി വില. അമേരിക്ക തന്നെ ഓയിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ അമേരിക്ക മറ്റു രാജ്യങ്ങളിലെ പോലെ സൗദി അറേബ്യ അല്ലെങ്കിൽ ഇറാൻ, കുവൈറ്റ് അത്രയ്ക്ക് ഡിപ്പെൻഡ് അല്ല. കാരണം അമേരിക്കയ്ക്ക് ഓയിൽ സ്രോതസ്സുകൾ സ്വന്തമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കും, ആദ്യത്തെ ഒരു 10 രൂപ കട്ട്, പിന്നെ പോട്ടെ, ആകെ കൂടി ഉയർത്തിയത് 11 രൂപയാണ് പെട്രോളിനും ഡീസലിനും. മൊത്തത്തിന്റെ ഒരു 10%. അതേസമയം വലിയ ഒരു തുക ഈ ഓയിൽ കമ്പനികൾ, കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന
കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഓയിൽ കമ്പനികൾക്ക് നഷ്ടം വന്നു, എന്നാലും സാധാരണക്കാരന് നഷ്ടം വന്നിട്ടില്ല. Yes. സാധാരണക്കാരന്റെ ഭാരം നല്ലവണ്ണം കുറച്ചു. ആൻഡ് ഇന്ന് എന്താണ്, ഭാഗ്യവശാൽ ഡോളർ വീണ്ടും $75 അപ്പൊ ഏകദേശം അന്നത്തെ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ഉടമ്പടി ഒക്കെ ആണല്ലോ നടക്കുന്നത്, അതൊക്കെ പത്രത്തിൽ. അപ്പൊ അത് കാരണം ഇനിയിപ്പം വലിയ ഒരു 6 മാസത്തേക്കെങ്കിലും വലിയ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഞാൻ കാണുന്നില്ല. കാരണം ഇറാനും യുഎസിനും മനസ്സിലായിട്ടുള്ളൂ. അതിന്റെ കൂടെ ഇനി ഇന്നത്തെ നയം എന്ന് പറയുന്നത് പലിശ നിരക്കിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സാധാരണഗതിയിൽ വിലക്കയറ്റം പണപ്പെരുപ്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ പലിശ നിരക്ക് കൂട്ടണം. നമ്മുടെ റിസർവ് ബാങ്ക് വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇത് അന്താരാഷ്ട്ര തലത്തിലെ എല്ലാ ബാങ്കും, ഫെഡറൽ റിസർവ്, അമേരിക്കയുടെ RBI മനസ്സിലാക്കാൻ വേണ്ടി പറയാം, UK ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ജപ്പാനിലെ ബാങ്ക് ഓഫ് ജപ്പാൻ, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, ഇവരെല്ലാം ഈ അടുത്ത കാലത്ത് തീരുമാനം കഴിഞ്ഞ ആഴ്ച 10 ദിവസത്തിനെടുത്ത് നമ്മളെപ്പോലെ തന്നെ പലിശ നിരക്കിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ജപ്പാൻ മാത്രം ഒരു മാറ്റം വരുത്തിയെന്ന എൻ്റെ ഓർമ്മ. പലിശ നിരക്കിൽ മാറ്റം വരുത്താത്തതുകൊണ്ട് നമ്മുടെ EMI ഭവന വായ്പ, മറ്റേ വെഹിക്കിൾ വായ്പ ഒക്കെ പഴയ രീതിയിൽ തന്നെ നടന്നു പോകുന്നു. കൂടാതെ വളർച്ചയുടെ അനുമാനം പണ്ട് നമ്മൾ എത്ര എസ്റ്റിമേറ്റ് ചെയ്തോ ആ വളർച്ചാ നിരക്ക് തന്നെ ഉണ്ടാകും. വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ ആദികേശവൻ. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന്റെ ആ ഒരു പുരോഗതിയുടെ വളർച്ചയുടെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ RBI ഗവർണറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ കഴിഞ്ഞു. RBI ഗവർണർ സഞ്ജീവ് മൽഹോത്രയാണ് ഇക്കാര്യം അറിയിച്ചത്. എൽനിനോ പ്രതിഭാസം ഉൾപ്പെടെ രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.